ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഇമ്മിനി വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അച്ഛൻ അറിയത്തില്ല ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് ഞാൻ രാവിലെ തന്നെ കുളിച്ചിറങ്ങി അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടപ്പോഴേക്കും ഞാൻ ഓർത്തിനി അച്ഛൻ എന്നെ കൈയോടെ പൊക്കുമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ അഭിനയിക്കില്ലാടി ആ ഒരു സിറ്റുവേഷനെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ ആ അമ്പലത്തിൽ എന്തുമാത്രം കുറികളുണ്ടോ ആ കുറികൾ മൊത്തം എന്നെ നെറ്റി കാണും. ഈ ചന്ദനവും കുങ്കുമവും തിരുമേനി വരുമെങ്കിലും ഈ കരിപ്രസാദവും ഭസ്മവും നമ്മൾ തന്നെ അമ്പലത്തിൻ്റെ മുക്കിലും മുലയിൽ ചെന്ന് കണ്ടുപിടിച്ച് തൊടണം. അങ്ങനെ ദേവീനെയും ഗണപതിനെയും അയ്യപ്പനെയും ശിവനെയും കൃഷ്ണനെയും സർപ്പദൈവങ്ങളെയും എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവനോടെ ഉണ്ട് എന്നും ഓർപ്പിച്ചു. അങ്ങനെ ഓർമ്മിപ്പിക്കലും പരാതി പറയലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും തിരുമേനി ഈ ഒരു വാഴയിൽ നമ്മുടെ അതിലോട്ട് വന്നിട്ട് സ്ഥലം ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി അച്ഛൻ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്താലോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ ഗൈസ്? അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന അച്ഛന് ഡ്രസ്സ് പോലും മാറാൻ വിടാതെ ഫസ്റ്റത്തെ ഗിഫ്റ്റായ ആ ഒരു മുണ്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അച്ഛൻ ഡ്രസ്സൊക്കെ ഇടാൻ പോയ സമയത്ത് നമ്മൾ രണ്ടാമത്തെ സർപ്രൈസായ കേക്ക് അങ്ങോട്ട് എടുത്തു. ഈ ഒരു കേക്ക് ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് പോയി വാങ്ങിച്ചതായിരുന്നു. ഈ ഒരു കേക്കും പിന്നെ ആ ഒരു മുണ്ടും ഇന്നലെ സന്ധ്യയ്ക്ക് പോയി അങ്ങോട്ട് വാങ്ങിച്ചതാണ്. ചെന്നപ്പോഴേക്കും ആ ഒരു ബേക്കറിയിൽ ഈ ഒരു കേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു ബേക്കറി കയറി വേറെ കേക്കൊക്കെ തപ്പിയെടുക്കാനുള്ള സമയമില്ലാത്ത കാരണം ഉള്ള കേക്ക് കൊണ്ട് ഓടിഞ്ഞു പോന്നു. ബർത്ത്ഡേ കേക്കിന് മെയിനായിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാനും അച്ഛനും അച്ഛനും അമ്മയും എല്ലാമായിട്ട് ആ കേക്ക് അങ്ങോട്ട് മുറിച്ചു. അങ്ങനെ കേക്ക് മുറിക്കലും കേക്ക് കൈമാറലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആ കേക്കൊക്കെ ഓരോരോ പീസാക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും അങ്ങേറ്റത്തെ വീട്ടിലും ഇങ്ങേറ്റത്തെ വീട്ടിലും ഒക്കെ ഈ കേക്കും കൊണ്ട് പോകലായിരുന്നു എൻ്റെ പണി. അങ്ങനെ അവർ രണ്ടുപേരും നിർദ്ദേശിച്ച വീട്ടിലൊക്കെ ഞാൻ അതൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ എല്ലാ വീട്ടിലും കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനും വീട്ടിൽ വന്നൊരു കേക്ക് എടുത്ത് കഴിച്ചു. അത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് എനിക്ക് ബോധം വന്നില്ല. അതാണ് ഞാൻ വീഡിയോ എടുത്തില്ല. ആ കേക്ക് കഴിച്ച് തീർന്ന സ്പോട്ടിൽ എനിക്കങ്ങോട്ട് ബോധം വന്നു. അപ്പോഴേക്കും ഇഡലിയും സാമ്പാറും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഒക്കെ ആയിട്ട് കഴിക്കുന്ന വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇഡലിയും ചമ്മന്തിയും ഇന്നലത്തെ ചിക്കൻ കറിയും എല്ലാമായിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാനും പിന്നെ അക്കൗണ്ടിൽ കയറി ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.